നമസ്കാരം. പകരക്കാരനില്ലാത്ത അമരക്കാരനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ലോകരാജ്യങ്ങൾക്കിടയിൽ ചർച്ചാ വിഷയമാണ്. അധികാരമേറ്റ ശേഷം മോദി സന്ദർശിച്ചത് നിരവധി വിദേശ രാജ്യങ്ങളാണ്. ഇന്ത്യക്ക് കൂടുതൽ വിദേശ ശ്രദ്ധ ലഭിക്കുവാനും രാജ്യത്ത് കൂടുതൽ വ്യവസായങ്ങൾ കൊണ്ടുവരുന്നതിനും ഈ യാത്രകൾ ഉപകരിച്ചിട്ടുണ്ട്. അമേരിക്കയിൽ ഉൾപ്പെടെ ലോകത്ത് മറ്റൊരു രാജ്യതലവനും കിട്ടാത്ത സ്വീകാര്യതയാണ് മോദിക്ക് ലഭിച്ചത്. ലോകമാധ്യമങ്ങൾ മോദിയുടെ സന്ദർശനത്തെ വാനോളം പുകഴ്ത്തുകയും ചെയ്തിരുന്നു. എന്നാൽ പുതുവർഷ ആശംസകൾ അറിയിക്കാൻ ലോക നേതാക്കളെ ഫോൺ വിളിച്ചുകൊണ്ടാണ് മോദിയുടെ കഴിഞ്ഞ പുതുവർഷം ആരംഭിച്ചത്. ആദ്യത്തെ 2 ആഴ്ചയ്ക്കുള്ളിൽ 11 ലോക നേതാക്കളുമായാണ് അദ്ദേഹം ഫോണിൽ സംസാരിച്ചത്. അയൽ രാജ്യങ്ങൾക്കൊപ്പം അമേരിക്ക, ഫ്രാൻസ്, റഷ്യ തുടങ്ങിയ രാജ്യങ്ങളും ഇതിൽപ്പെടുന്നു. കഴിഞ്ഞ റിപ്പബ്ലിക് ദിനത്തിൽ മോദിയുടെ ക്ഷണം സ്വീകരിച്ച് ബ്രസീൽ പ്രസിഡന്റ് ജെയർ ബോൾസനാരോ മുഖ്യാതിഥിയായി പങ്കെടുത്തു. ഫെബ്രുവരിയിൽ ചരിത്രം കുറിച്ച് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും ഇന്ത്യയിൽ സന്ദർശനം നടത്തി. 2020 മോദിയുടെ ആഗോള ഇടപെടലുകളുടെ മറ്റൊരു വർഷമായി മാറുമെന്ന തോന്നൽ ഉളവാക്കുന്നതിനിടെയാണ് കോവിഡ് മഹാമാരി കടന്നുവന്നത്. കോവിഡ് കാലത്തെ ആദ്യത്തെ വെർച്വൽ ഉച്ചകോടി മാർച്ച് 15 സാർക്ക് നേതാക്കളുമായിട്ടായിരുന്നു. വിദേശ നേതാക്കളുമായി ഇടപഴകാൻ വീഡിയോ കോൺഫറൻസുകളെ ഉപയോഗിച്ചുകൊണ്ടാണ് യാത്ര ചെയ്യാനാവാത്ത ഈ സാഹചര്യം മോദി സമർത്ഥമായി മറികടന്നത്. 2016 തന്നെ വിദേശ നേതാക്കളുമായി ഇടപഴകുന്നതിന് വീഡിയോ കോൺഫറൻസിന്റെ സാധ്യതകൾ ഉപയോഗിക്കുന്നതിനെ കുറിച്ച് ആലോചിക്കാൻ തന്റെ വിദേശ നയ സംഘത്തിന് മോദി നിർദ്ദേശം നൽകിയിരുന്നു. യാത്രകൾക്ക് വേണ്ടിവരുന്ന ഭീമമായ ചിലവ് കുറയ്ക്കാൻ കഴിയും എന്നതിലായിരുന്നു വീഡിയോ കോൺഫറൻസിന്റെ സാധ്യതകൾ ഉപയോഗിക്കാൻ മോദി നിർദ്ദേശിച്ചത്. ഈ വർഷം തുടക്കത്തിൽ നേപ്പാൾ പ്രധാനമന്ത്രിയുമായി മോദി വീഡിയോ കോൺഫറൻസ് നടത്തിയിരുന്നു. കോവിഡ് ബാധിച്ചതിന് ശേഷം ഓസ്ട്രേലിയ, യൂറോപ്യൻ യൂണിയൻ, ശ്രീലങ്ക, ഡെൻമാർക്ക്, ഇറ്റലി, ബംഗ്ലാദേശ്, വിയറ്റ്നാം തുടങ്ങിയ രാജ്യങ്ങളുമായും 17 വെർച്വൽ ഉച്ചകോടികളാണ് മോദി നടത്തിയത്. ഇതൊരു റെക്കോർഡാണെന്നാണ് റിപ്പോർട്ട്. വെർച്വൽ മീറ്റിംഗിലൂടെ കോവിഡിനെ അടിച്ചമർത്തുന്നതിനുള്ള ശ്രമങ്ങൾക്ക് തുടക്കം കുറിക്കാനും മോദിക്ക് സാധിച്ചു. കോവിഡിനെ തടുക്കാനായി ഹൈഡ്രോക്സി ക്ലോറോക്വീൻ ഗുളികകൾ അമേരിക്ക ഉൾപ്പെടെയുള്ള ലോകത്തെ പല രാജ്യങ്ങൾക്കും എത്തിക്കാൻ കഴിഞ്ഞത് ഇതിനെ ഏറ്റവും വലിയ ഉദാഹരണമാണ്. പല രാജ്യങ്ങൾക്കും സൗജന്യമായാണ് ഇത് വിതരണം ചെയ്തത് പോലും. ഇന്ത്യക്ക് ലോകത്തിന്റെ മുഴുവൻ ആദരം നേടാൻ ഇതിലൂടെ സാധിച്ചു. ന്യൂസ് ഡെസ്ക്, ഭാരതഭൂമി TV.